നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സിന്തറ്റിക് കവേർഡ് കോൾ സ്ട്രാറ്റജിയാണ്. സിന്തറ്റിക് കവേർഡ് കോൾ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അത് ബേസിക്കലി നമ്മൾ എന്താ പറയുക, നോർമൽ കവേർഡ് കോൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഈക്വിറ്റീൻ്റെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് സ്റ്റോക്ക് വാങ്ങിക്കുകയാണെങ്കിൽ എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് അതിന് മാർക്കറ്റിന് എഗൻസ്റ്റ് ആയിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ കവേർഡ് കോൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെയാണ് കവേർഡ് കോൾ എന്ന് പറയുക. കവേർഡ് കോൾ എന്ന് പറയുന്നത് സിമ്പിൾ ഒന്നുമില്ലേ, പേരിലൊന്നും നിങ്ങൾ കവർ ചെയ്യുന്ന കോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾ റിലയൻസിൻ്റെ സ്റ്റോക്ക് വാങ്ങിച്ചു, 1000 ക്വാണ്ടിറ്റി വാങ്ങിച്ചു, പ്രൈസ് ഒരു 3 മാസത്തേക്ക് 5 മാസത്തേക്ക് ഒരു വാട്ടെവർ സ്വിംഗ് ട്രേഡ് നിങ്ങളൊരു 1000 ക്വാണ്ടിറ്റീസ് വാങ്ങിച്ചു. ആ ഒരു സ്റ്റോക്ക് ഒരു പക്ഷേ ആ ഒരു പീരീഡിനുള്ളിൽ മുകളിലേക്ക് പോകാതെ താഴ്പോട്ടേക്ക് പോവുകയാണെങ്കിൽ ആ താഴ്പോട്ടേക്ക് പോകുന്നത് എത്ര ശതമാനം പോകുന്നുവോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിലയൻസിൻ്റെ തന്നെ ഓപ്ഷൻസിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോളിനെ സെല്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനും ചില കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. ഞാനൊരു എക്സാമ്പിളായിട്ട് നിങ്ങളിത് കൺസിഡർ ചെയ്താൽ മതി. ദിസ് ഓൺലി ആൻ എക്സാമ്പിൾ വാട്ട് ഐ എം സെയിങ് എബൌട്ട് കവേർഡ് കോൾ. ഒരു കോളിനെ സെല്ല് ചെയ്യുന്നതിന് കവേർഡ് കോൾ എന്ന് നമ്മൾ പറയുന്നു. സിന്തറ്റിക് എന്ന വാക്കിനർത്ഥം എന്താണ്? അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഈ സ്ട്രാറ്റജി എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ക്രൂഡ് ഓയിൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മൾ ക്രൂഡ് ഓയിലാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിൽ നമുക്ക് ഈക്വിറ്റി പോലെ വാങ്ങി വെക്കാൻ കഴിയത്തില്ല. നമ്മൾ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസിൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫ്യൂച്ചർ നമ്മൾ മേടിച്ചാൽ ആ ഫ്യൂച്ചർ എഗൻസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ ഫേവറിൽ അത് കൊണ്ടുവരണം. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.